എന്നോട് ചോദിക്കുന്ന ഒരു ചോദ്യം ഉണ്ടായിരുന്നു, വേർ ഇസ് അശ്വിൻസ് മമ്മി, മീനമ്മ എവിടെ എന്നൊക്കെ കുറെ പേര് ചോദിക്കുന്നുണ്ടായിരുന്നു. ആ പുള്ളിക്കാരിനല്ലാതെ എനിക്ക് വഴി നിൽക്കുന്ന എല്ലാവരെയും അമ്മയെ അച്ഛാന്നൊന്നും എനിക്ക് വിളിക്കാൻ പറ്റില്ല. എനിക്ക് വഴി നിൽക്കുന്ന എല്ലാവരെയും അമ്മയെ അച്ഛാന്നൊന്നും എനിക്ക് വിളിക്കാൻ പറ്റും. ഇന്ന് വളരെ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഡേ ആണ്. ഇന്ന് നമ്മുടെ എല്ലാവരുടെയും മീനമ്മയുടെ ബർത്ത്ഡേ ആണ്. അപ്പൊ ദിയാകൃഷ്ണൻ പറഞ്ഞു വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്വന്തം അമ്മയായ സിന്ധു അമ്മയെ മാത്രമേ ഞാൻ അമ്മയെന്ന് വിളിക്കത്തുള്ളൂ, വേറെ ആരെയും ഞാൻ അമ്മ എന്ന് വിളിക്കത്തില്ല, വഴി നിൽക്കുന്ന അല്ലെങ്കിൽ വഴിയെ പോകുന്ന അല്ലെങ്കിൽ ആരെയും ഞാൻ അമ്മ എന്നൊന്നും വിളിക്കത്തില്ല എന്നാണ് ദിയാകൃഷ്ണ കൊച്ചമ്മ പറഞ്ഞിട്ടുള്ളത്. എന്നിട്ട് കുറച്ച് പൂർവ്വകാല ചരിത്രത്തിലോട്ട് പോയി കഴിഞ്ഞാൽ മീനമ്മ, അവിടെ ഒരു അമ്മ എന്ന വാക്കും കൂടി വന്നിട്ടുണ്ട്. ദിയെ എന്തൊറ്റി ശ്രദ്ധിച്ചില്ലേ? അതാ അന്ന് പറഞ്ഞത് മറന്നതാണോ? എൻ്റെ ബലമായ സംശയം സഹോദരി ഹൻസിക ഒന്ന് ഏറിപ്പോയായിരുന്നു. നല്ല രീതിയിൽ പാറി പറന്ന് നടക്കുകയാണ്. അപ്പൊ അനിയത്തിയുടെ ഏറ് നിർത്തലാക്കണമെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കുത്തിത്തിരിപ്പ് അല്ലെങ്കിൽ ഒരു ക്ലാഷ് ഞാൻ ഉണ്ടാക്കിയാലേ അനിയത്തിയെ താഴെ ഇറക്കി എനിക്ക് കയറി അങ്ങ് പോകാൻ പറ്റും. അതിൻ്റെ ഇടയിൽ അനിയത്തി എല്ലാവരും അങ്ങ് മറക്കും എന്നുള്ള വല്ല തോട്ട് കയറിയിട്ട് ചെയ്ത പരിപാടിയാണോ? എനിക്കങ്ങനെ പേഴ്സണലി തോന്നി കേട്ടോ. കാരണം ഇതിനു മുന്നേ മീനമ്മ എന്നൊക്കെ വിളിച്ചിരുന്ന ദിയയ്ക്ക് ഇപ്പം പറയുന്ന വഴിയപ്പം ആരും ഞാൻ എൻ്റെ അമ്മ എന്ന് വിളിക്കത്തില്ല. ഉറപ്പായിട്ട് അറിയാതൊരു വിഷയമാകുമെന്നും സംസാര വിഷയമാകുമെന്നും ദിയ മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ അനിയത്തെ സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് ദിയ കളിച്ച ഒരു നാടകം പോലെ എനിക്ക് ഇപ്പോൾ ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം പ്രീവിയസ് വീഡിയോസ് നോക്കിയ സമയത്തും എനിക്ക് അങ്ങനെ ഒരു തോട്ട് വന്നു, എവിടെ കൂടിയൊക്കെ. കുറച്ച് വർഷം അല്ല, ഒരു വർഷം ബാക്ക് ഇട്ടിട്ടുള്ള ദിയയുടെ ഒരു വീഡിയോ ഞാനൊന്ന് കൊടുക്കാം. മീനമ്മ സർപ്രൈസ് വിസിറ്റ് ടു അവർ ഹോം. മീനമ്മാസ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ടൈറ്റിലും തമ്മിലും അടക്കം കൊടുത്തിട്ടുള്ളത്. അന്ന് മീനമ്മ എന്ന് വിളിക്കുകയും എന്നാൽ ഇപ്പം മീനമ്മ മാറിയിട്ട് മീനില്ലാത്ത അമ്മയായി മാറുകയും ചെയ്തിട്ടുണ്ട്. മീൻകറിയാണോ ഇനി ഉദ്ദേശിച്ചത് അറിയില്ല. എന്തായാലും മീനമ്മ മാറി. ഇപ്പം ഞാൻ പറയുന്നത് എൻ്റെ അമ്മയല്ല, ഞാൻ ആരെയും വിളിക്കത്തില്ല. ബാക്കിയെല്ലാം എനിക്ക് ഒന്നും അമ്മയല്ല. ഞാൻ എൻ്റെ കൊച്ചിനെ പോലും പറഞ്ഞു പഠിപ്പിക്കുക, എന്നെ അല്ലാണ്ട് നീ ആരെയും കയറി അമ്മ എന്ന് വിളിച്ചോളാം. ആ രീതിയിലാക്കി എടുക്കുമെന്നൊക്കെ ഉള്ള രീതിയിൽ വെല്ലും വിളിച്ചിട്ടാണ് പോയിരിക്കുന്നത്. എന്താണ് ഉദ്ദേശം എന്നൊന്നും പിടികിട്ടുന്നില്ല. എന്തായാലും കല്യാണത്തിനൊക്കെ മുന്നേയും മീനമ്മ എന്നായിരിക്കും വിളിച്ചതല്ലേ ഈ പറയുന്ന അശ്വിൻ്റെ അമ്മയെ. പിന്നെ ഞാൻ ഒരു കാര്യം ബേസിക്കലി പറയാം, അവനൊരു പൊട്ടനാന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് പറയാം, ഒരു ഡമ്മിയാണ്. അവനൊരു റോളൊന്നും പ്രത്യേകിച്ചില്ല. ഇവളെന്ത് പറയണോ അതിനനുസരിച്ച് തുള്ളിക്കൊണ്ട് നടക്കുന്ന വെറും ഒരു കളിപ്പാവായിട്ടാണ് എനിക്ക് അശ്വിനെ ഫീൽ ചെയ്തിട്ടുള്ളത്. സീരിയസ്ലി ഞാൻ ആദ്യമൊക്കെ വിചാരിക്കാറുണ്ട് നല്ല നല്ല ക്വാളിറ്റി. പക്ഷെ അങ്ങനല്ലേ, ഈ കുടുംബത്തിന്റെ അധികാരത്തിന്റെയും അല്ലെങ്കിൽ ഈ കുടുംബത്തിന്റെ ആ ഒരു ഇതുണ്ട്, ഇവരുടേതായ ഒരു സാധനം, ഇവരുടെ ഒരു എന്തു പറയാം, നമ്മളെന്തോ വലിയ സംഭവമാണെന്നുള്ളൊരു സാധനമുണ്ട്. അതിന്റെ മുന്നിൽ ഇവൻ വെറും ഡമ്മി കണക്കിനാണ് ഈ അശ്വിൻ കിടക്കുന്നത്. എനിക്ക് അങ്ങനെയാണ് ഇപ്പോൾ ഫീൽ ചെയ്യുന്നത്. സീരിയസ്ലി അവൻ എന്തോ ഒരു ഡമ്മി പോലെ ചുമ്മാ തൂക്കിയിട്ടുകൊണ്ട് നടക്കുന്ന പോലെയാണ് അങ്ങനെ നടക്കുന്നത്. ഒരു അടിമക്കണക്കിന്, ഒരു അടിമക്കണ്ണനാണ് സത്യം പറഞ്ഞാൽ. ഉള്ള കാര്യം പറയാമല്ലോ. എന്തായാലും കൊള്ളാം, ഹാപ്പി ആയിട്ടൊക്കെ ജീവിക്കുക, അതൊക്കെ നല്ല കാര്യം തന്നെ. പക്ഷേ സ്റ്റേറ്റ്മെൻറ്റുകൾ പറയുമ്പം മര്യാദയ്ക്കൊക്കെ പറയണം. നീ നിന്റെ അമ്മയെ മാത്രം അമ്മ എന്ന് വിളിച്ചാൽ മതി. നിന്റെ കൊച്ചിനെ കൊണ്ട് നിനക്ക് വിളിപ്പിക്കണമെങ്കിൽ നീ വിളിപ്പിച്ചു, നിന്നെ മാത്രം അമ്മ എന്നൊക്കെ വിളിപ്പിച്ചാൽ മതി. ഓക്കെ, വോട്ടോർ, അത് നിന്റെ ചിന്താഗതി, നിന്റെ ഇഷ്ടം. പക്ഷേ ഒരു സ്റ്റേറ്റ്മെന്റ് പുറത്തോട്ട് പറയുമ്പോൾ തൊട്ടി വർത്തമാനം പറയരുത്. അത് പറഞ്ഞതിൻ്റെ പൊരുളാണ് ഇപ്പോൾ പറന്നു പോയത്. ഇനി നമുക്ക് ഒരു വർഷം മുന്നേ ഉള്ള ബാക്കിലോട്ടുള്ള ഒരു വീഡിയോ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് പോകുമ്പോൾ 1-2 തമ്മിലൂടെ കണ്ടാൽ മതി. ഡിഫറൻറ്റ് റെസിപ്പി വിത്ത് മീനമ്മ. ഒരു വർഷം മുന്നേ അന്ന് മീനമ്മയായിരുന്നു മീനമ്മ. ഇന്ന് എന്ത് മീനമ്മയ്ക്ക് പറ്റി? ഇന്ന് എൻ്റെ അമ്മയല്ലാതെ എനിക്ക് ആരും അമ്മയില്ലെന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ദിയാകൃഷ്ണൻ രംഗത്ത് വന്നിരിക്കുന്നത്. അതുപോലെ സ്വന്തമായിട്ട് അമ്മ ഇല്ലാത്തവർ വേണമെങ്കിൽ വേറെയുള്ളവരെ കയറി അമ്മ എന്ന് വിളിച്ചോളാൻ. ഒന്ന് തൊട്ടി വർത്താനല്ലേ, പിടിച്ച് ഉറയ്ക്കാനുള്ള വകുപ്പാണ് താങ്ങി വെച്ചിട്ടുള്ളത്. എന്തായാലും കുറേ പേരൊക്കെ ഭയങ്കര പേടിച്ച് വറച്ചിരുന്ന് വീഡിയോ ഒന്നും ചെയ്യാതൊക്കെ ഇരിക്കുന്നത്. എനിക്കറിയത്തില്ല അതെന്താണെന്ന്. ഫാമിലിയൊക്കെ പേടിയായിരിക്കും, അതിൻ്റെ റീസൺ ആയിരിക്കും. നാളെ ഇപ്പോൾ എൻ്റെ വീട്ടിൽ പോലീസ് വന്നു കഴിഞ്ഞാൽ ഞാൻ ഇവരെ പച്ച പള്ളമൊന്നും വിളിച്ചിട്ടില്ല. ഒരുമാതിരി മറ്റേ കോണാത്തിലെ വർത്തമാനം വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെടുത്ത് വെച്ച് ഞാൻ എൻ്റെ അഭിപ്രായം പറയാം, അത്രയേ ഉള്ളൂ. അതിൻ്റെ പേരിൽ എന്നെ ജയിലിലാക്കിയാലും സന്തോഷത്തോടെ ഞാൻ അവിടെ പോയി കിടക്കും. എന്തായാലും അവിടെ ഇപ്പോൾ ശമ്പളം കൊടുക്കുന്നുണ്ടെന്നാണ് അറിഞ്ഞത്. സന്തോഷം. മീനമ്മ സർപ്രൈസ് വിസിറ്റ് ടു അവർ ഹോം. അതിൻ്റെ കമൻറ്റ് ബോക്സ് ഒന്ന് നോക്കേ. എനിയോൺ ആഫ്റ്റർ മദേഴ്സ് ഡേ വിത്ത് അമ്മായി അമ്മ വ്ളോഗ്. ഇതിൽ അമ്മ എന്നല്ലേ ഇട്ടേക്കുന്നത്? അതെ, ഇതിൽ അമ്മ എന്നാണ് ഇട്ടേക്കുന്നത്. പക്ഷെ ഇപ്പം അമ്മയെന്ന് പറ്റത്തില്ല. ഇപ്പം എൻ്റെ അമ്മയല്ലാണ്ട് ഞാൻ വേറെ ആരെയും അമ്മയെന്ന് വിളിക്കത്തില്ല. ഞാൻ എൻ്റെ അമ്മയല്ലാണ്ട് വേറെ ആരെയും അങ്ങനെ വിളിക്കാറില്ല, വിളിച്ച് ശീലിച്ചിട്ടുമില്ല, ഞാൻ അങ്ങനെ വിളിക്കാറുമില്ല. ബാക്കിയുള്ള ഒരു ആൻറ്റി അമ്മച്ചി എന്നൊക്കെ തന്നെയാണ് വിളിക്കുന്നത്. അമ്മ എന്ന് ഞാൻ അങ്ങനെ ആരെയും വിളിക്കാറില്ല. അതെൻ്റെ ഇഷ്ടമാണ്, ആരെ വിളിക്കണോ വിളിക്കണ്ടേന്നൊക്കെ ഉള്ളത്. പക്ഷെ അതൊരു ഞാൻ ആരെയും വിളിക്കത്തില്ല. ബാക്കിയെല്ലാം ഊളകൾ, ബാക്കി വഴിപോക്കരായിട്ടുള്ളവരെയൊന്നും ഞാൻ വിളിക്കില്ല. മറ്റേടത്ത് വർത്താനം പറയാൻ നിൽക്കരുത്. ഇതാണ് അവിടെ ദിയ ചെയ്തിട്ടുള്ളത്. നമ്മൾ വിളിക്കണമെങ്കിൽ വിളിക്കണ്ട.
എന്ന് പറഞ്ഞ് എനിക്ക് കുറച്ച് പൈസയുണ്ട്, ഞാൻ മറ്റേടത്തെ കുടുംബത്തിലാണ്, അതുകൊണ്ട് എനിക്ക് എന്തും പറയാനുള്ളൊരു ധാർഷ്ട്യത്തോടുള്ള സാധനം എടുത്ത് വെച്ചും കൊണ്ട് സംസാരിക്കാതിരിക്കുക. എന്തായാലും മീനമ്മയും കൊള്ളാം, മീനില്ലാത്ത അമ്മയും കൊള്ളാം, എല്ലാവരും ഏറിപ്പോയി. എന്തായാലും നമുക്കേ ഒരു വർഷം ബാക്കുള്ള വീഡിയോ ഒന്ന് കാണാം. തിരിച്ചു കിടന്ന് ഉറങ്ങുന്നതായിരിക്കും നല്ലത്, കാരണം ഇപ്പം എയറില്ല. ഷെഫ് മീനമ്മ, ഇത് കോമഡിക്ക് പറഞ്ഞതായിരിക്കും. എന്തായാലും മീനമ്മ വായിന്ന് മൊഴിഞ്ഞ്, തമ്മിലിൽ മാത്രമല്ല മീനമ്മ, അമ്മ അമ്മ അമ്മ, സ്വന്തം അമ്മ അല്ലാണ്ട് വേറെ ആരെയും അമ്മ എന്ന വാക്ക് ചേർത്ത് വിളിക്കില്ല എന്ന് പറഞ്ഞ ദിയയുടെ വായിൽ നിന്നുമാണ് അമ്മ എന്ന 2 അക്ഷരം വീണത് കേട്ടാ. അതിന്റെ വില അറിയാവോന്ന് എനിക്കറിയത്തില്ല നിനക്ക്. അത് അറിയാമായിരുന്നെങ്കിൽ നീ ഇമ്മാതിരി വർത്തമാനം പറയത്തില്ല. നീ വിളിക്കുന്നതോ വിളിക്കാത്തോ അത് നിന്റെ ഇഷ്ടം, വോട്ട് എവർ ഇറ്റ് ഈസ്. പക്ഷേ തൊട്ടി വർത്തമാനം പറഞ്ഞില്ലേ, അതാണ് നീ ഈ പറഞ്ഞത്. എന്തായാലും മീനമ്മ നിന്റെ വായിന്ന് മൊഴിഞ്ഞതിന് കേട്ടല്ലോ നാട്ടുകാർ. കുറച്ച് ഐറ്റംസ് ഒക്കെ ആയിട്ട് വന്നു. കപ്പ എന്തൊക്കെ ഉണ്ടെന്ന് എനിക്ക് വലിയ മുറുക്ക കൊണ്ടെന്ന് മുറുക്ക് ഞാൻ കുറേ ചോദിച്ചു. അങ്ങനെ കിട്ടി മുറുക്ക് കഴിക്കാൻ പുതിയായിട്ട് വയ്യായിരുന്നു. അശ്വിൻ എന്തൊക്കെ ഉണ്ടെന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കും പ്ലീസ്. അവനല്ലെങ്കിൽ ഡമ്മിയ, അവനിങ്ങനെ ഇൻട്രൊഡ്യൂസും ചെയ്ത് ഇങ്ങനെ വേലക്കാരനെ കണക്കിന് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന ഒരു വെറും ഡമ്മി ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അശ്വിന് സത്യമുള്ള കാര്യം പറയാം, ഇത്രയും പൊട്ടനാവല്ല്, ഇത്രയും പാവമാവരുത് മനുഷ്യന്മാരായ. ഇങ്ങനെ പാവമായി ഇത്രയും പൊട്ടനായി കഴിഞ്ഞാൽ ഡമ്മി പോലെ ഇതുപോലെ എടുത്തിട്ട് കളിക്കും. എനിക്ക് ചില സമയത്ത് മറ്റേ ഒരു സിനിമ ഉണ്ടല്ലോ, മറ്റേ പച്ചക്കുതിരയല്ലല്ലോ, മറ്റേ വേറൊരു സിനിമ ഉണ്ടല്ലോ ചക്കരമുത്ത്, അതിലെ ദിലീപ് കാവ്യാമാധവന്റെ പുറകെ നടക്കുന്ന പോലെയാണ് എനിക്ക് സീരിയസ്ലി ഇവനെ ചില സമയത്ത് ഫീൽ ചെയ്യുന്നത്. അതുപോലെ ഒരു പൊട്ടൻ ക്യാരക്ടർ എന്നല്ല ഞാൻ പറയുന്നത്, മീൻസ് പൊട്ടൻ ആ ഒരു മൈൻഡ് എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ അതുപോലെ അവളെ പുറകെ നടക്കുന്ന, കാവ്യാമാധവന്റെ പുറകെ നടക്കുന്ന ദിലീപിന്റെ ഒരു ക്യാരക്ടർ അറിയത്തില്ല, അതുപോലെയാണ് ഇവിടെ ദിയയുടെ പിന്നാലെ ഇവൻ നടക്കുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ഉള്ള കാര്യം പറയാമല്ലോ, ഇത്രയും ഇതാവരുത് മനുഷ്യന്മാർ. സത്യം പറഞ്ഞാൽ അവൻ്റെ ഫാമിലി ബേസിക്കലി പാവമാണ് കേട്ടോ, ഈ അശ്വിൻ്റെ ഫാമിലി. അവൻ്റെ ഫാമിലിയിലോ എല്ലാ ആൾക്കാരും പാവം, അതുപോലെ അവനും പാവം, മൊത്തത്തിൽ അവരെല്ലാവരും പാവമാണ്. അതിൻ്റെ ആ ഒരു ഇതാണ്. പക്ഷെ ഇവള് ആണെങ്കിൽ ഒന്നും പറയണില്ലേ, പറഞ്ഞ ചൂട് ഇഡലി അമ്മ, ഇത് തക്കാളി വെക്കായി വെട്ട കുഴമ്പ്, ഇത് നമ്മുടെ ദോശപ്പൊടിയാണ്. ദോശപ്പൊടി അതും കൂടെ എടുക്കണം. കണ്ണിമങ്ങ അച്ചാറില്ലേ, ഒരു രക്ഷയില്ല. നിനക്ക് പറ്റിയത് ഇതൊക്കെ തന്നെടാ, മുറുക്ക് ഇഡലിയും ദോശപ്പൊടിയൊക്കെ തിന്ന് ഇങ്ങനെ ചുമ്മാ ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. അല്ലാണ്ട് പ്രത്യേകിച്ച് നിനക്ക് അവിടെ റോളുള്ളതായിട്ട് ഫീൽ ആയിട്ടില്ല, അതുകൊണ്ട് പറഞ്ഞത്. കുറച്ച് നാളാവും മാർക്കറ്റിൽ വരെ, അതിന് കാത്തിരിക്കാം. അശ്വിൻ എന്തുണ്ടെന്നാ പറഞ്ഞേ? ടൊമാറ്റോ ഇട്ട് ഉള്ള ഒരു കുഴമ്പ്. അത് ഇഡലിയോ? നമ്മുടെ തുണി വെച്ചിട്ടേക്കുന്നത് മാത്രം ആരും മൈൻഡ് ചെയ്യണ്ട, അതെല്ലാം കൂടെ ആരും മൈൻഡ് ആക്കണം. കഴിക്കടാ, കഴുകി ഇഡലി സാമ്പാറൊക്കെ കഴിച്ച് അവിടെ ഇരിക്കുക, അതാണ് നല്ലത്. അതെങ്കിലും നടക്കട്ടെ, നല്ലതാണ്. കോപ്പ് സോറി, ഞാൻ ഒരു ബൈറ്റ് എടുത്തു അതിന്ന്. മീൻ കറി ചാപ്പാടെല്ലാം ചാപ്പിട്രാ. അവന്റെ അമ്മയൊക്കെ കാണുമ്പോൾ തന്നെ അറിയാം പാവോ അല്ലേ? അതെ, അതാ ഇത്ര ഒട്ടും ഉപയോഗിക്കാതിരിക്കുന്നത്. ഞാൻ വെച്ചിട്ട് കമത്തുന്നുണ്ട്. നമ്മുടെ വീട്ടില്
ദോശപ്പൊടിയും അതിനകത്തും വെളിച്ചെണ്ണ ഒഴിക്കണം. അങ്ങനെയാണ് നല്ലത്. പക്ഷെ എനിക്ക് ആ വെളിച്ചെണ്ണ ടേസ്റ്റ് കുറച്ചുകൂടെ വന്നിട്ട് അമർത്തണം. കഴിക്കടാ, കഴിക്ക്. മറ്റുള്ളവന്മാരെ കൊതിപ്പിച്ചുകൊണ്ട് കഴിക്ക്. നീ കൂട്ടിയിട്ട് കഴിക്കുന്ന കാണാനാ ഞാൻ വന്നത്. ആ, കൊച്ചമ്മ കഴിക്കുന്നുണ്ടല്ലോ. കൊള്ളാം. ചോക്ലേറ്റ്സ് ഞാനോ നിങ്ങൾ തിന്നുന്ന കാണാൻ വേണ്ടിയുള്ള വ്ളോഗായിരുന്നല്ലേ? ടാറ്റ ബ്ലോഗിൽ ടാറ്റ പറഞ്ഞു. എന്തായാലും പറഞ്ഞല്ലോ. പക്ഷേ ടാറ്റ. ഞാൻ എന്തായാലും ചുമ്മാ ഇവിടെ പോസ്റ്റിരിക്കുകയാണ്. ഞാൻ എൻ്റെ ഒരു ടാബ് മേടിച്ചിട്ടുണ്ട്. ടാബിനകത്ത് മറ്റേ ഒരു കളറിംഗ് സാധനം ഉണ്ട്. അതിലാണ് കളറിംഗ് തരാം. അപ്പോൾ ഞാനതും കളർ ചെയ്തിരിക്കാൻ പോകണം കുറച്ച് നേരം. ഈ വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ അതിന് വെരി ഷോർട്ട് ഒരു ക്വിക്ക് വ്ളോഗ് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ഡു ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് മൈ ചാനൽ. സീ യു ഓൾ സൂൺ വിത്ത് സച്ച് ക്വിക്ക് വ്ളോഗ്സ്. ഇല്ലേ? പിന്നെന്താ, സബ്സ്ക്രൈബ് ചെയ്യാം, ബെല്ലടിക്കാൻ, മറ്റേ അതെല്ലാം എല്ലാ സംഭവം സെറ്റ് ചെയ്യാം. പൊന്നതിയെ എന്തായാലും നീ തന്നെ വിളിച്ചിട്ടുണ്ട് മീനമ്മ എന്ന്. മീനമ്മ എന്ന് നീ വിളിച്ചതിന് വീണ്ടും ഞാനൊരു തെളിവ് കാണിച്ചു തരാം. ആ വീഡിയോ ക്ലിപ്പും കൂടി കാണാം. എന്നോട് ചോദിക്കുന്ന ചോദ്യം ഉണ്ടായിരുന്നു, വേർ ഇസ് അശ്വിൻസ് മമ്മി, മീനമ്മ എവിടെ, മീനമ്മ എവിടെ എന്നൊക്കെ കുറേ പേര് ചോദിക്കുന്നുണ്ടായിരുന്നു. നമ്മൾ വിചാരിച്ചു എന്തായാലും വിചാരിക്കാൻ വരട്ടെ. മീനമ്മ ഇതിന് കല്യാണത്തിന് മുമ്പേ മീനമ്മ എന്ന് വിളിച്ചതാണോ കല്യാണത്തിന് ശേഷം മീനമ്മ എന്ന് വിളിച്ചതാണോ ഒരു പിടിയും കിട്ടുന്നില്ല. എന്തായാലും നീ മീനമ്മ മീനമ്മ എന്നാണ് എന്നെ പറയുന്നത്. അമ്മ എന്ന രണ്ടക്ഷരം എൻ്റെ കൂട്ടത്തുണ്ട്. പക്ഷെ ഇപ്പം നിനക്ക് എന്ത് പറ്റിയെന്ന് എനിക്കറിയത്തില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അനിയത്തിയുടെ മേളിലോട്ട് ഏറെ നിന്ന് പിടിച്ച് താഴോട്ടിട്ടതാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. ഇന്നിപ്പോൾ നമ്മൾ ഇതുവഴി വരാൻ പ്ലാൻ ഉണ്ട്. വി തോട്ട് വിൽ കം ഹിയർ. അപ്പോൾ തന്നെ പുള്ളിക്കാരി പറഞ്ഞു തക്കാളി തൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയെന്ന് പറഞ്ഞു. ഇന്ന് അത് ഉണ്ടാക്കാൻ പ്ലാൻ ആണെന്ന് പറഞ്ഞു. നിങ്ങൾ തക്കാളി തൊക്ക ഉണ്ടാക്കി തിന്നോണ്ടിരി. ഡേയ് അശ്വിനെ, നീ തക്കാളി തൊക്കും കൂട്ടിക്കൊണ്ടിട്ട് നീ ഊരി. നിനക്ക് വേറെ പണിയൊന്നുമില്ലല്ലോ. നീ തക്കാളി തൊക്കം വെച്ചോണ്ടിരുന്നാൽ മതി. ഇതെല്ലാം ലേറ്റസ്റ്റ് ആയിട്ട് പറഞ്ഞേറിപ്പോയില്ലേ സ്റ്റേറ്റ്മെന്റ്. നമുക്കൊന്നുകൂടി കാണാം എൻ്റെ റിയാക്ഷൻ ഒന്നുകൂടി. അശ്വിന്റെ ഫാമിലിയുള്ള വ്ളോഗ് എടുക്കുമ്പോൾ അതിന്റെ അടിയിൽ വന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം, എന്താ അശ്വിന്റെ അമ്മ എന്ന് പറയുന്നത്, അമ്മ അമ്മ എന്ന് വിളിച്ചുകൂടെ എന്നുള്ളത്. അശ്വിൻ്റെ അമ്മ എന്ന് ഇപ്പോഴാണ് പറഞ്ഞു തുടങ്ങിയ. എന്നാൽ ദിയമോള് ഒരു വർഷം മുന്നേ മീനമ്മ എന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോഴാണ് അശ്വിൻ്റെ അമ്മയായി മാറിയത്. എനിക്കറിയത്തില്ല അതിൻ്റെ ഒരു പൊരുൾ എന്താണെന്ന്. എന്താണ് അങ്ങനെ ഉദ്ദേശിച്ചതെന്ന് എനിക്ക് മനസ്സിലായില്ല. എന്താണ് നിങ്ങൾക്ക് ഇടയിൽ സംഭവിച്ചതെന്ന് എനിക്കറിയത്തില്ല. ഇനി അടിയും വഴക്കുമായൊന്നും എനിക്കറിയത്തില്ല. എനിക്കത് ഡൗട്ടുണ്ട് കേട്ടോ. മൊത്തത്തിൽ ആകെ മൊത്തം ഡൗട്ടിലിരിക്കുകയാണ്. കാരണം ഒരു വർഷം ബാക്ക് മീനമ്മ എന്ന് വിളിച്ചുകൊണ്ടിരിക്കുകയും ഇപ്പോൾ അശ്വിൻ്റെ അമ്മയായി മാറിയിട്ടുണ്ടെങ്കിൽ അവിടെ എന്തോ ഒരു കാശാപ്പശക, എവിടെയോ ഭാഷാപ്പശക എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കാൻ കാര്യം, നിങ്ങൾ എത്രത്തോളം പേരാണ് നിങ്ങളുടെ ഹസ്ബൻഡിന്റെ അമ്മേനെ അമ്മ എന്ന് വിളിക്കുന്നതോ മമ്മി എന്ന് വിളിക്കുന്നതോ ആന്റി എന്ന് വിളിക്കുന്നത്, അതൊന്നും എനിക്കറിയില്ല. എല്ലാവർക്കും അവരവരുടെ ഇഷ്ടങ്ങളാണ്. അതെ, ആയിക്കോട്ടെ. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ആരാ എന്ത് വേണോ വിളിക്കണമെന്നൊക്കെ. അതിപ്പോൾ തെറ്റുള്ള കാര്യമില്ല. ബാക്കി പറ. ഞാൻ അശ്വിന്റെ അമ്മ അല്ലെങ്കിൽ ആന്റി എന്ന് വിളിക്കുന്നത് ആന്റിക്ക് ഒരു കുഴപ്പമില്ല. സോ ഹാപ്പി തന്നെയാണ് അങ്ങനെ വിളിക്കുന്നതില്. എനിക്ക് അമ്മ എന്ന് വിളിക്കാൻ മരുതൻകുഴി വീട്ടിലൊരാൾ ഇരിപ്പുണ്ട്. പേരാണ് സിന്ധു കൃഷ്ണകുമാർ. അപ്പൊ ആ പുള്ളിക്കാരിനെ അല്ലാതെ എനിക്ക് വഴി നിൽക്കുന്ന എല്ലാവരെയും അമ്മയെ അച്ഛാന്നൊന്നും എനിക്ക് വിളിക്കാൻ പറ്റില്ല. എന്റെ അച്ഛൻ ഇപ്പം വഴി നിൽക്കുന്നവരൊക്കെ ആയല്ലേ. നേരത്തെ മീനമ്മയായിരുന്നു. ഏതമ്മ? മീനമ്മ. പിന്നെ വന്ന് അശ്വിൻ്റെ അമ്മ, പിന്നെ വന്ന് ആൻറ്റി, ഇപ്പം വന്ന് വഴിയിൽ നിൽക്കുന്നവർ. എടാ, നിങ്ങൾ അശ്വിൻ്റെ അമ്മയ്ക്കൊരു വില കൊടുക്കാത്തതാണ്. എനിക്കറിയാൻ പാടില്ലാത്തതുകൊണ്ട് ചോദിക്കുകയാണ്. കാരണം ഇനി കല്യാണം കഴിഞ്ഞ സമയത്ത് അല്ലെങ്കിൽ കഴിയുന്നതിന് മുന്നേ അമ്മ എന്ന് വിളിക്കുകയും മീനമ്മ എന്ന് വിളിക്കുകയും, എന്നാൽ ഇപ്പോൾ വഴിയിൽ നിൽക്കുന്ന ആരോ പോലെ ആയിട്ടുണ്ട്. നിങ്ങളെ സ്റ്റാറ്റസിന് ഒത്തു നിൽക്കാൻ പറ്റാത്തൊരു ഫാമിലി ആയതുകൊണ്ടോ അല്ലെങ്കിൽ നിങ്ങൾ അത്രയും പോലെ എല്ലാവരും ഗ്ലാമറസ് അല്ലാത്തതുകൊണ്ടാണോ ചോദിക്കുക. അറിയാൻ പാടില്ല നിങ്ങളെയൊക്കെ ഉദ്ദേശിച്ചത് എന്താണ് ഏതാണെന്നൊന്നും പിടികിട്ടുന്നില്ല. അതുകൊണ്ട് ചോദിച്ചതാ. മീനമ്മ മാറി അശ്വിൻ്റെ അമ്മ എങ്ങനെ ആയെന്ന് എനിക്കൊന്ന് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. അന്ന് പറയാത്ത കാര്യങ്ങൾ ഇപ്പം ഇന്ന് പറയുന്നത് ഞാൻ എൻ്റെ അമ്മയില്ലാണ്ട് ആരെയും അമ്മയെന്ന് വിളിക്കത്തില്ലെന്ന്. അമ്മേ കൃഷ്ണകുമാറാണ് എന്റെ അമ്മ. സിന്ധു കൃഷ്ണയാണ്. അശ്വിന്റെ അമ്മയാണ് മീനാക്ഷി. അശ്വിന്റെ അച്ഛനാണ് ഗണേഷ്. അപ്പൊ അശ്വിൻ ഇപ്പൊ അശ്വിൻ്റെ അമ്മ മീനാക്ഷിയായി. നേരത്തെ മീനമ്മ. ഏതമ്മ? മീനമ്മ. ഒരിക്കലും വന്ന് എന്റെ അമ്മയെ കണ്ടിട്ട് അമ്മേ അല്ല എന്റെ അച്ഛനെ കണ്ട അച്ഛാ എന്ന് വിളിക്കത്തില്ല. അങ്ങനെ വിളിച്ചാൽ ഞാനും ചോദിക്കുന്നതായിരിക്കും ഭ്രാന്താണോന്ന് ഞാൻ ചോദിക്കത്തുള്ളൂ. അയാൾ അങ്ങനെ വിളിക്കും. അല്ല, ഒരാളെ നോക്കിയിട്ട് അമ്മയെന്ന് വിളിച്ചു കഴിഞ്ഞാൽ ഭ്രാന്താവൂടി. എനിക്കറിയാൻ പാടില്ലാതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്. അത് ഏത് വകയിലാണ് നിനക്ക് ഭ്രാന്തായത്?
കാരണം തോന്നിയിട്ടില്ല. അയാൾ എന്റെ അച്ഛനെ വിളിക്കുന്ന അങ്കിളെന്നും അമ്മയെ വിളിക്കുന്ന ആന്റിന്നുമാണ്. പക്ഷെ അത് ഇന്നേ വരെ ആരും കണ്ടിട്ടില്ല, ചോദിച്ചിട്ടില്ല. അതെന്താന്ന് എനിക്ക് അറിയത്തില്ല. അച്ഛനൊക്കെ ഉണ്ടല്ലോ, അവരെയൊക്കെ വിളിച്ചാൽ ഇനി ഇല്ലാന്നുണ്ടെങ്കിൽ ബാക്കിയുള്ളവരൊക്കെ വിളിച്ചോളൂ. അമ്മയച്ഛനും ഉണ്ടെങ്കിൽ അവരെ വിളിച്ചോളൂ, അല്ലെങ്കിൽ ബാക്കിയുള്ളവരെ പോയി വിളിച്ചോളൂ. ഇതെന്ത് മറ്റേടുത്ത വർത്താനാണ് നീ പറയുന്നത്? കൊള്ളാം, ഒരു നിലക്ക് എത്തും മിക്കവാറും ഇങ്ങനെയാണെങ്കിൽ. ഇങ്ങനെ കുന്തളിപ്പ് കാണിച്ചാലേ മൂഞ്ചത്തേ ഉള്ളൂ. അത് മാത്രല്ല, ഇപ്പൊ നാളെ ഓമി കല്യാണം കഴിച്ച് വേറെ എങ്ങോട്ടെങ്കിലും പോകുന്നു. അപ്പൊ ഓമിയുടെ വൈഫിന്റെ അമ്മേനെ ഓമി ചെന്ന് അമ്മ എന്ന് വിളിച്ചാൽ ഞാൻ അവനോട് ചോദിക്കും, അപ്പൊ ഞാൻ ആരെന്ന് ഞാൻ ഉറപ്പായിട്ടും ചോദിക്കും. എനിക്കിപ്പോ ഇങ്ങനെയാണെങ്കിൽ അവൻ തിരിച്ചിങ്ങോട്ട് വയ്ക്കും, നീ ആരെന്ന്. ആ സെറ്റപ്പിലോട്ടാവും തോന്നുന്നത് ഇരിപ്പുവശങ്ങളൊക്കെ കണ്ടിട്ട്. ഇരിപ്പുവശം ഇപ്പുവശം കണ്ടിട്ട് എനിക്ക് അത് തന്നെ ഫീൽ ചെയ്യുന്നുണ്ട്. മിക്കവാറും ഇങ്ങനെ പോവുകയാണെങ്കിൽ അവൻ തിരിച്ചിങ്ങോട്ട് വയ്ക്കും, നിങ്ങളൊക്കെ ആരെന്ന്. ആ സെറ്റപ്പിലോട്ട് പോകും. ഓമി വേറൊരാളെ പോയി അമ്മ എന്ന് വിളിച്ചാൽ എനിക്ക് സ്ട്രെസ് ആവും. എനിക്ക് എന്നെ മാത്രം വിളിച്ചാൽ മതി, വേറെ ആരെയും വിളിക്കുന്നത് എനിക്ക് ഇഷ്ടപ്പെടത്തില്ല. അപ്പൊ അതേപോലെ നീ ആരെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ വിളിക്കണമെങ്കിൽ വിളി, നിന്റെ ഇഷ്ടം. ഇനി ബാക്കിയുള്ളവർ അതുപോലെ വിളിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കാത്ത കാര്യം. പിന്നെ നിന്റെ മോനല്ലേ, നിനക്ക് ആഗ്രഹിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. പക്ഷെ അതുപോലെ നടക്കണമെന്നൊന്നുമില്ല കേട്ടാ. ദിയ കൊച്ചമ്മ തന്നെ അശ്വിന്റെ അമ്മയ്ക്കായാലും എന്റെ അമ്മയ്ക്കായാലും എല്ലാവർക്കും അവരവരുടെ പിള്ളേരെ അമ്മ എന്ന് വിളിക്കുന്നതായിരിക്കത്തില്ലേ. അമ്മയെന്ന് വിളിക്കാൻ കാവിലെ അമ്മയൊന്നും അല്ലല്ലോ. എന്ത് വർത്തമാനമാണ് കാവിലെ അമ്മ? ഞാൻ ഇന്നലെ പറഞ്ഞതാ, പിന്നെ ഇതൊന്നുകൂടി പറയുമ്പോ എനിക്കൊരു സുഖം. എനിവേസ്, ആ ഒരു കമന്റിനുള്ള ആൻസർ ആയിട്ട് ഞാൻ തന്നതാണ്. മതി നിന്റെ കമന്റ് അതോടെ അങ്ങ് നിർത്തി വിട്, പോ എവിടെയെങ്കിലും പോയി കമന്റ് നടന്ന് ഉറങ്ങും. ഞാൻ കുറച്ച് കമന്റ്സ് നിന്റെ കമന്റ് ബോക്സിൽ വന്നത് വായിക്കാം. ഞങ്ങളൊക്കെ പ്രായമായ സ്ത്രീകളെ അമ്മ എന്ന് ആണ് വിളിക്കാറുള്ളത്. അമ്മായി അമ്മ വഴിയിൽ നിൽക്കുന്നത് പോലും ഇത് എന്ത് സംസ്കാരം? അതില്ല, സംസ്കാരമൊന്നും ഇല്ല. Ashwin could have got a really good girl who respects his family, but he ran after Diya's money, so let him face the consequences. ആ വീഴ്ചയിട്ട് അവിടെ ഇരുന്നു. ആ അഞ്ജലിയുടെ കല്യാണം കഴിഞ്ഞല്ലോ, എന്നിട്ടും അവർക്ക് ഒരു റൂമാണോ കൊടുത്തത്? ഈ അഞ്ജലിക്കും ആസ്പയ്യനും പാരൻസും ഒന്നും ഇല്ലേ? എന്തൊക്കെയോ തോന്നിവാസമോ ദൈവമേ, എനിക്കറിയത്തില്ല ഇവരെന്തൊക്കെ കാണിക്കണം. എന്തെങ്കിലുമൊക്കെ കാണിക്കട്ടെ. ഓമി വലുതാകുമ്പോൾ ഓമീൻ്റെ വൈഫിൻ്റെ അമ്മ എന്ത് വിളിക്കണം എന്നത് ഓമിയുടെ ചോയ്സാണ്. ദിയ ആ കാര്യത്തിൽ അഭിപ്രായം പറയേണ്ടതില്ലെന്നും തോന്നുന്നു. ദിയയ്ക്ക് ദിയയുടെ ഇഷ്ടങ്ങൾ ഉള്ളതുപോലെ തന്നെയാണ് ഓമിക്ക് അവൻ്റെ ഇഷ്ടങ്ങളും. റെസ്പെക്ട് പ്ലീസ്. അതിനുള്ള ബോധമൊന്നുമില്ല. ഞാൻ പറയുന്നത് തന്നെ ശരി. ഞാൻ പിടിച്ച മാനിന് 7 കൊമ്പെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ടീംസാണ്. പിന്നെ നമ്മൾ കാര്യമാക്കണ്ട, ഇതങ്ങനെ കണ്ടാൽ മതി. എല്ലാവരും പറയുന്ന ഓമിയുടെ കാര്യം അവൻ ഡിസൈഡ് ചെയ്യട്ടെ എന്ന്. അപ്പോൾ ഓസിയുടെ കാര്യം അവളല്ലേ ഡിസൈഡ് ചെയ്യേണ്ടത്. അവൾ ഡിസൈഡ് ചെയ്യട്ടെ, പക്ഷെ സംസാരിക്കുമ്പോഴേ മാന്യമായിട്ട് സംസാരിക്കാൻ പഠിക്കണം. ഏത് മര്യാദയ്ക്ക് തൊട്ടി വർത്തമാനം തൊട്ടി ശൈലി ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മൾ സംസാരിക്കുക തന്നെ ചെയ്യും. ഓക്കെ, നാട്ടുകാർ കല്യാണം കഴിഞ്ഞാൽ നാളെ തൊട്ട് കമൻ്റ് അടിച്ച് അത് കണ്ട് അവൾക്ക് മടുത്തിട്ടുണ്ടാവും. ഷീസ് എ ഗ്രോ അപ്പ് ഇൻഡിവിജ്വൽ. എന്ത് ഇൻഡിവിജ്വൽ, എന്ത് ഗ്രോ അപ്പ് ആയാലും എന്ത് മടുത്തിട്ടായാലും പറയുന്ന വാക്കുകളും പറയുന്ന സിറ്റുവേഷനും നോക്കിയും കണ്ടൊക്കെ സംസാരിക്കണം. അല്ലെങ്കിൽ ഇതുപോലെ പറക്കാം എയറിൽ. ഇറ്റ്സ് എർ ചോയ്സ് മാൻ, കമോൺ. ആസ് ലോങ് ആസ് ഹർ ഹസ്ബൻഡ് ഫാമിലി ഈസ് ഓക്കെ വിത്ത് ഇറ്റ്. ഹസ്ബൻഡ് ഫാമിലി ഓക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹസ്ബൻഡ് ഫാമിലിക്ക് അകത്ത് നിർത്തണം. നാട്ടുകാരുടെ കണ്ണിൽ കണ്ട് കാണാൻ തക്കിയ രീതിയിൽ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ നാട്ടുകാരെടുത്ത് വെച്ച് അഭിപ്രായം പറയും. മനസ്സിലായോ? ഓക്കെ, വിത്ത് ഇറ്റ് വാട്ട്സ് പ്രോബ്ലം. അല്ലെങ്കിലും തമിഴ്നാട്ടിൽ എല്ലാവരും തന്നെ ഇൻ ലോസിനെ, അതായത് ഒരു ആൻറ്റിയൻ തന്നെയാണ് വിളിക്കുന്നത്. ഞാൻ 7 ഇയേഴ്സ് തമിഴ്നാട്ടിലായിരുന്നു. അതിന് നിങ്ങൾ 7 ഇയറോ 70 ഇയറോ അവിടെ ഇരിക്കുന്നോട്ടെ, അതൊന്നുമല്ല ഇവിടുത്തെ വിഷയം. തമിഴ്നാട്ടിൽ വിളിക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെല്ലാവരും അതുപോലെ വിളിക്കണമെന്ന് നമുക്ക് വാശി പിടിക്കാൻ പറ്റത്തില്ല, പറയാനും പറ്റത്തില്ല. ഓക്കെ, അതുകൊണ്ട് തമിഴ്നാട്ടിലെ കാര്യം അങ്ങ് വിട്ടയക്കേ. ഇവിടെ മാന്യമായിട്ട് സംസാരിക്കണമെന്ന് ഞാൻ പറയുന്നുള്ളൂ. അല്ലാണ്ട് അവരാരെ എന്ത് വേണോ വിളിക്കട്ടെ, നമുക്കൊരു തേങ്ങയില്ല. വേണേൽ ഒന്നുകൂടി കേൾപ്പിച്ചു തരാം. ഏത് മീനമ്മ? അശ്വിൻസ് മമ്മി മീനമ്മ എവിടെ? അവൾ തന്നെ അവിടെ പറയുന്നുണ്ട്. ഇവക്ക് എന്തുകൊണ്ട് ഈ മീനമ്മ മാറി അശ്വിൻ്റെ അമ്മ ആയി? അതൊരു ചോദ്യചിഹ്നമാണ്. അതിൻ്റെ ഒരു എന്തോ ചുരുളഴിയാത്ത രഹസ്യം പോലെ എന്തോ ഒരു വിഷയം എവിടെയോ പതുങ്ങി കിടപ്പുണ്ട്. എനിക്കങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. എന്തോ സംതിങ് ഫിഷ് എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ഇങ്ങനെ ആയിരുന്നില്ല. പിന്നെ എന്തുകൊണ്ട് പെട്ടെന്ന് മീനമ്മ മാറി അശ്വിൻ്റെ അമ്മയായി മാറിയെന്നും ഇത്തരം നിലപാടിലോട്ട് പോയെന്നും ചിന്തിക്കേണ്ടിയിരിക്കുന്നു. എന്തോ ഉണ്ട്. എനിക്ക് തോന്നുന്നു നേരത്തെ പറഞ്ഞ പോലെ 5 കയറി ഞാനൊന്ന് ക്ലിക്ക് ചെയ്തെടുത്ത് അകത്തിടാനുള്ള പരിപാടിയാണെന്ന് തോന്നുന്നു. ഇതെല്ലാം നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴെ കമന്റ് ചെയ്യുക. ഇമാര് വർത്താനം പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയും വലിച്ചൊരു ചവരി ഇട്ടിച്ചിരിക്കും. അതുപോലെ ഡമ്മിയായിട്ട് നടക്കാതെ അശ്വിനെ ആണുങ്ങളെ പോലെ കുറച്ചൊന്ന് നിൽക്കി കേട്ടോ. പുതിയൊരു വീഡിയോ ആയിട്ടാണ്. ബൈ.